നമസ്തേ. നാൾ വയ്യായിരുന്നതിന് ശേഷം ഇപ്പം വയസ്സുകാലത്ത് വന്നിരിക്കുകയാണ് എല്ലാവരും കാണാൻ, പൊതുജനങ്ങളെ കാണാൻ. ഇപ്പോൾ അവിടെ മാതൃമഠത്തിൽ ഒരു യജ്ഞത്തിന് എന്നെ വിളിച്ചിരിക്കുകയാണ്, ഭഗവത്ഗീതാജ്ഞ. അബൌട്ട് 560 യജ്ഞാസ് ഓൾ കേരള, മദ്രാസ് ആൻഡ് ബാംഗ്ലൂരൊക്കെ ആയിട്ട് 560 യജ്ഞങ്ങൾ ഓൾറെഡി കഴിഞ്ഞു. ഒരു നാൾ കംപ്ലീറ്റ് റെസ്റ്റിലായിരുന്നു, വയ്യാത്തതുകൊണ്ട് വെളിയിൽ പോകണ്ടെന്ന് വിചാരിച്ചു. എന്നാലിപ്പോൾ മദർമഠത്തിലെ സ്വാമി ഋഷി വിളിച്ചതോടുകൂടി വരാമെന്ന് പറഞ്ഞിട്ട് എടുത്തപ്പെടുത്തി. ഇത് ഭഗവത്ഗീതയെ ബേസ് ചെയ്യണം സംസാരിക്കണം. ഇപ്പോൾ സംസാരിക്കുന്നത് ഭഗവത്ഗീത 3rd ചാപ്റ്റർ. ഒരു ചാപ്റ്റർ 7 ദിവസം 1.5 മണിക്കൂർ വീതം എടുക്കുന്നതാണ് പതിവ്. സൈക്കോളജി മാത്രമല്ല, നല്ല മനഃശാസ്ത്രമാണ്. ജാതി മതഭേദമന്യേ മനുഷ്യരായിട്ടുള്ളവരെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സ്വാമിജി നമ്മളെ ക്യാമ്പായിട്ടെടുത്ത് പഠിപ്പിച്ച് ക്ലാസ്സുകളിൽ കൂടെ പഠിപ്പിച്ചിട്ട് ഹിമാലയത്തിൽ സിദ്ധപാരി എന്ന് പറഞ്ഞൊരു ആശ്രമമുണ്ട് അദ്ദേഹത്തിന്. ആ മിലിറ്ററി ക്യാമ്പിൻ്റെ അടുത്തൊക്കെ ആയിട്ട് പഹാഡീസാണ് കൂടുതൽ. അവരൊക്കെ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് വളരെ സ്നേഹപൂർവ്വം അവിടെ കൊണ്ടുപോയി സ്വാമിജി 2 മാസം 8 hours വീതം ക്ലാസ് എടുക്കും. ഈ ലോകത്തെ എല്ലാം മറന്ന് അതേ സമയത്ത് തിരികെ നമ്മുടെ ഹൃദയം ശുദ്ധാതിശുദ്ധമായിട്ട് വിതൗട്ട് എനി ഈ മാൻലി പവേഴ്സ് ഉണ്ടല്ലോ, നമുക്ക് ചിലതിനോട് സ്നേഹം, ചിലതിനോട് വേർഷൻ, യാതൊന്നുമില്ലാതെ ശുദ്ധ ഹൃദയം എന്ന് പറയുന്ന ആ ഹൃദയവുമായിട്ട് 2 മാസം കഴിഞ്ഞ് തിരികെ വരും. അപ്പോൾ സ്വാമിജി സെലക്ട് ചെയ്ത് 19 പേരിൽ എന്നെ പ്രത്യേകം നിയോഗിച്ചു. You must spread the message, give the message all around you. Wherever you go, you must go and give the message. That is your Guru Dakshina. ആ വാക്കെനിക്ക് മറക്കാനില്ല. ഇത്രയും ചെയ്ത സ്വാമിജിയോട് ഗീതാ പ്രചരണമാണ് ഗുരുദക്ഷിണ എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടായിരിക്കാൻ പറ്റില്ല. സ്വാമിജി തന്നെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ട്രിവാൻഡ്രത്ത് 24 ക്ലാസ്സുകളുണ്ടായിരുന്നു. അങ്ങനെ എവറി ഉച്ചയ്ക്ക് 1.5 മണിക്ക് ക്ലാസ്സിൽ പോയാൽ 2 മണിക്ക് ആദ്യത്തെ ക്ലാസ്സിൽ പോകും. ഒരു ലേഡി ഡ്രൈവറും ഉണ്ടായിരുന്നു എനിക്ക്. ഞങ്ങളങ്ങനെ പോയി ഒരു 3:30 ആകുമ്പോൾ അവിടുത്തെ ക്ലാസ് കഴിഞ്ഞു. ഉടനെ അടുത്തടുത്ത അരമണിക്കൂർ ഡ്രൈവ് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യും. 24 ക്ലാസ്. അങ്ങ് പാച്ചല്ലൂർ, പിന്നെ വാഴവട്ടം, 24 ക്ലാസ്സിലും കൂടെ 218 ആൾക്കാർ അവർക്ക് ആശ്രമം വേണമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ അവിടുത്തെ ചീഫ് ഒരു ഹെഡ് മിസ്റ്റേഴ്സ് ഉണ്ട്, അവരെ കൊണ്ട് എഴുതി ഇവരുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഈ 218 സൈനോടുകൂടി സ്വാമിജിക്കായി we are not having any ashram. There is only Chinmaya Mission schools. 12 സ്കൂളുണ്ട് സിറ്റിയിൽ, പക്ഷേ ആശ്രമമില്ല. അതുകൊണ്ട് we want to get together. ഞങ്ങളൊന്ന് ചിന്തിക്കാനും ഡിസ്കഷൻ ചെയ്യാനും ഒരു ഓപ്പൺ സ്പേസ് നമുക്ക് വേണം. അപ്പോൾ എൻ്റെ അടുക്ക സ്വാമിജി ഒരാഴ്ച ലെറ്ററും സ്വാമിജിയുടെ പേഴ്സണൽ ലെറ്ററുമായിട്ട് എനിക്ക് എഴുതി, യു സ്റ്റാർട്ട് ആൻ ആശ്രം. ഐ ആം അൺകൺസേൺഡ് അബൌട്ട് ദ ബാനർ. എന്ത് പേരിലായാലും യു സ്റ്റാർട്ട് ആൻ ആശ്രം. ഇഫ് യു വോണ്ട് എനി ഹെൽപ്പ് ഫ്രോം മീ, യു റൈറ്റ് ടു CCMT, സെൻട്രൽ ചിന്മയ മിഷൻ, ബോംബെ. അവിടെ എഴുതിയാൽ വി വിൽ ഡു ദ അതർ വർക്ക്സ്. അതായത് ഫൈനാൻഷ്യൽ എന്തെങ്കിലും വേണമെങ്കിൽ സ്വാമിജി അയക്കാൻ അത്ര സപ്പോർട്ടായിരുന്നു സ്വാമിജി. അങ്ങനെ ജോലി ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റ് വന്നു. 24 ക്ലാസ്സിൽ കൂടെ 218 ആൾക്കാരെ ഉൾപ്പെടുത്തിയ സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തു സ്വാമിജിയുടെ അനുഭവത്തോടെ. അവിടെ സ്റ്റാർട്ട് ചെയ്ത് എന്ത് പേര് വയ്ക്കാമെന്ന് അറിഞ്ഞോടെ എനിക്ക് എൻ്റെ പേരിൽ ചെറുങ്ങനെ ഇഷ്ടമല്ല. ചിന്മയ മിഷൻ്റെ പേരിൽ തുടങ്ങാനില്ല, പ്രൈവറ്റ് ചാരിറ്റബിൾ സൊസൈറ്റിയിൽ. സ്വാമിജി ഐ ആം അൺകൺസേൺഡ് അബൌട്ട് ദ നെയിം. വാട്ട് എവർ നെയിം യു സ്റ്റാർട്ട്, യു റൈറ്റ് ടു CCMT, വി ഡു ഓൾ അതർ തിങ്സ്. നമുക്ക് നമ്മളെ മാനേജ് ചെയ്യണം എങ്ങനെയെന്ന് പഠിച്ചാൽ വി വിൽ ഏബിൾ ടു ഡു ദ മാനേജിങ് കപ്പാസിറ്റി. wherever we go, we can manage them. You must live like Bhagavad Gita. What Bhagavad Gita says, അതുപോലെ നിങ്ങൾ ജീവിച്ചാൽ മതി. They will follow you. അല്ല അവളെ പഠിച്ചേൽപ്പിച്ചാലൊന്നും ആരും കേൾക്കില്ല. നമ്മൾ പ്രിൻസിപ്പിൾ കാണിച്ചു കൊടുത്ത് ജീവിച്ചാൽ എവറിബഡി വിൽ കം ത്രൂ ദ സ്ട്രെയിറ്റ് പ്രോപ്പർ ലൈൻ. അങ്ങനെ ചെയ്യണം എന്നുള്ള ആ പ്രിൻസിപ്പിളാണ് ഭഗവത്ഗീതയിൽ നിന്ന് മനസ്സിലായത്. നമ്മുടെ ശാസ്ത്രം ഒരിക്കലും ഇത് നിങ്ങളനുസരിച്ചോളാം, അല്ലെങ്കിൽ നിങ്ങളെ സഭയിൽ നിന്ന് കളഞ്ഞളയും, അല്ലെങ്കിൽ നിങ്ങളെ
മതം മാറ്റിക്കളയുക അല്ലെങ്കിൽ കേട്ടില്ല അങ്ങനെയുള്ള വിഭാഗം നമ്മളില്ല. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലാണ് മാതൃമഠം സ്ഥിതി ചെയ്യുന്നത്. ആത്മീയമായി പുതിയ തലമുറയ്ക്ക് ആത്മജ്ഞാനം പകരുന്നതിനായിട്ടുള്ള ഒട്ടനവധി പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ടായിരുന്നു മാതൃമഠം. അതിൻ്റെ ഭാഗമായിട്ടാണ് അമ്മയുടെ ഭഗവത്ഗീത അവതരിപ്പിക്കപ്പെടുന്നത്. ഇന്ന് വൈകുന്നേരം മുതൽ അത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് ഭജൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. 6 മണി മുതൽ 6:30 വരെ അനുഗ്രഹ പ്രഭാഷണം, 6:30 മുതൽ 8 വരെ അമ്മയുടെ പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ്.